നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് പുതിയൊരു ദശകം പഠിക്കാം. ദശകം 71 കേശിവധവും വ്യോമാസുരവധവും. ഇതിൻ്റെ കഥ ചുരുക്കമായി ഒന്ന് നോക്കാം. ഈ ദശകത്തിൽ ഭട്ടതിരിപ്പാട് വർണ്ണിക്കുന്നത് 2 അസുരന്മാരുടെ വധത്തെക്കുറിച്ചാണ്. ഏത് ദുഷ്കർമ്മവും ചെയ്ത് സഫലമാക്കാൻ കഴിയുന്നവനും കംസന്റെ പ്രിയ ബന്ധുവും ആയ കേശി എന്ന അസുരൻ ലക്ഷ്മീദേവിക്ക് പ്രാപിക്കാൻ കഴിയുന്നവനാണെന്നറിഞ്ഞ് സിന്ധുജ വാജിരൂപമെടുത്ത്, വാജിരൂപം എന്ന് പറയുമ്പോൾ കുതിരയുടെ രൂപം, അങ്ങയുടെ അടുക്കലെത്തി. ക്രൂരനായ കേശി എന്ന അസുരൻ കുതിരരൂപം പ്രാപിച്ചവനെങ്കിലും ഭയാനകമായ ശബ്ദം കൊണ്ട് എല്ലാവരെയും ഭയപ്പെടുത്തി. ഭഗവാനെ കണ്ടെത്തുന്നതുവരെ ഗോകുലവാസികളെയെല്ലാം മർദ്ദിച്ചു. ഭഗവാനെ കണ്ടപ്പോൾ നേരെ ചാടി വീണു. ഭൃഗു മഹർഷിയുടെ പാദാഘാതമേറ്റ കഥ കുതിരരൂപനായ കേശി എന്ന അസുരൻ കേട്ടിട്ടുള്ളതിനാൽ തനിക്കും അപ്രകാരം ചെയ്യാൻ കഴിയുമെന്നവൻ വിചാരിച്ചിരുന്നതുപോലെ അജ്ഞതയാൽ ഗരുഡവാഹനനായ ഭഗവാന്റെ നെഞ്ചത്ത് ഇടത് കാൽ കൊണ്ട് ചവിട്ടി. കംസനയച്ച കേശി എന്ന അസുരൻ കാലുയർത്തി ഭഗവാനെ ചവിട്ടാൻ തുടങ്ങിയപ്പോൾ ഭഗവാൻ അത് തട്ടി നീക്കി. ആ കാലുകളിൽ പിടിച്ചു പൊക്കി ദൂരത്തേക്ക് അവനെ എറിഞ്ഞു. അവൻ ദൂരെ പോയി വീണ് ബോധം പോയവനായെങ്കിലും ബോധം വീണപ്പോൾ അത്യന്ത കോപത്തോടു കൂടി ഭഗവാനെ തിന്നാനായി ഓടിയെടുത്തു. കേശിയെ വധിക്കാൻ കൃഷ്ണൻ തീരുമാനിച്ചു. അവൻ വായും തുറന്ന് കൃഷ്ണന്റെ നേരെ ചാടി വന്നു. ഭഗവാൻ കൈ വായിൽ കടത്തി കൈ പെരുപ്പിച്ചപ്പോൾ അവൻ ശ്വാസം മുട്ടി ഭഗവാനുമായി ഏകത്വത്തെ പ്രാപിച്ചു. അശ്വമേധത്തിൽ പശുഹിംസ നടത്തിയാലും അതിനെ യജ്ഞത്തിനു ഉപയോഗിച്ചാലേ ദേവന്മാർക്ക് പ്രീതിയാവുകയുള്ളൂ. ഇവിടെ പശുവിനെ അശ്വരൂപിയായ കേശിയെ വധിച്ച ഉടനെ തന്നെ ദേവന്മാർക്ക് സന്തോഷമായി. ആ യാഗം നടത്തിയപ്പോൾ ഭഗവാനെ ദേവന്മാർ കേശവൻ എന്ന് വിളിച്ചു സ്തുതിച്ചു. ശ്രീനാരദൻ കംസന്റെ അടുക്കലെത്തി. അത്ഭുത കൃത്യങ്ങൾ ചെയ്യുന്ന അങ്ങ് വസുദേവപുത്രനാണെന്ന് ധരിപ്പിച്ചപ്പോൾ കംസൻ വസുദേവനെ കൊല്ലാനൊരുമ്പെട്ടു. നാരദമുനി കംസനെ തടഞ്ഞു. കംസൻ കേശിയെ കൃഷ്ണവധത്തിനായി പറഞ്ഞയച്ചു. കൃഷ്ണൻ കേശിയെയും വധിച്ചു. അപ്പോൾ നാരദമുനി ഭഗവാനെ സ്തുതിച്ചു. ഒരിക്കൽ ഭഗവാൻ ഇഷ്ടഗോപന്മാരോടുകൂടി കാട്ടിൽ ഒളിച്ചുകളിയിൽ മുഴുകിയിരിക്കുമ്പോൾ ദേവശത്രുവായ വ്യോമാസുരൻ കംസന്റെ ആജ്ഞയനുസരിച്ച് കൃഷ്ണനെയും കൂട്ടുകാരെയും വധിക്കാനായി ഭഗവാനെ സമീപിച്ചു. നമ്മൾ കള്ളനും പോലീസും കളിക്കുമല്ലോ, അതേമാതിരി കള്ളനും ഗോപാലകന്മാരുമായി ഗോക്കളെ മോഷ്ടിക്കുകയും കണ്ടുപിടിക്കുകയും ചെയ്യുന്ന കളിയിൽ ഭഗവാനും ഗോപന്മാരും മുഴുകിയപ്പോൾ വ്യോമാസുരൻ അവരുടെ ഇടയിൽ കടന്നുകൂടി. പശുക്കളെയും ഗോപപാലകന്മാരെയും മലയുടെ ഗുഹകളിൽ ഒളിപ്പിച്ച് ദ്വാരം കല്ലുകൊണ്ടടച്ചു. കൃഷ്ണൻ ഇത് കണ്ടുപിടിച്ച് അവനെ കൊന്നു. പരമാത്മാ സ്വരൂപിയായ ഭഗവാൻ അത്ഭുതകരങ്ങളായ ക്രീഡകൾ കൊണ്ട് ഗോപവാടത്തിന് അമിതമായ ആനന്ദം പകർന്നുകൊടുത്തു. അതുപോലെ തൻ്റെ രോഗവും മാറ്റി തനിക്ക് ആനന്ദം നൽകണമെന്ന് ഭട്ടതിരിപ്പാട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദശകം ഇവിടെ അവസാനിപ്പിക്കുന്നു. നമുക്ക് ഈ ദശകത്തിലെ 1ഉം 2ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമന് നാരായണീയം ദശകം 71 കേശിവധവും വ്യോമാസുരവധവും. ശ്ലോകം 1. യത്നേഷു സർവേഷ്വപി നാവകേശി കേശി സഭോജേഷി തുരിഷ്ടബന്ധു ത്വം സിന്ധുജാവാപ്യ ഇതീവ മത്വാ സംപ്രാപ്തവാൻ സിന്ധുജവാജിരൂപ. നമുക്കിതിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. യത്നേഷു സർവേഷ്വപി നാവകേശി
കേശി സ ഭോജേ സിതുർ ഇഷ്ടബന്ധു ത്വം സിന്ധുജാവാപ്യ ഇതീവ മത്വാ സംപ്രാപ്തവാൻ സിന്ധുജ വാജിരൂപ. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. സർവേഷു എല്ലാ, യത്നേഷു പ്രയത്നങ്ങളിലും, നാവകേശി ഫലം ഉണ്ടാക്കുന്നവൻ, ഭോജേഷിതു ഭോജരാജാവായ കംസന്റെ ഇഷ്ടബന്ധു പ്രിയതോഴൻ ആയ, സ ആ കേശി കേശി എന്ന അസുരൻ, ത്വം വിഷ്ണുവായ അങ്ങ്, സിന്ധുജാവാപ്യ സിന്ധുജയ്ക്ക് പ്രാപിക്കുവാൻ യോഗ്യൻ, കുതിരയ്ക്കും പ്രാപിക്കാവുന്നവൻ, ഇതി ഇപ്രകാരം, മത്വ ഇവ വിചാരിച്ചിട്ടെന്ന പോലെ, സിന്ധുജവാജിരൂപ കുതിരയുടെ രൂപമെടുത്തു, സംപ്രാപ്തവാൻ വന്നെത്തി. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. യത്നേഷു ത് ന എന്ന് ചേർത്തിട്ടാണ് ന എന്നുള്ളത്. യത്നേഷു. സർവേഷു അപി ചേർത്തിട്ട് സർവേഷു അപി. നാവകേശി കേശി സ ഭോജേഷിതുർ ഇഷ്ടബന്ധു. ന ഥ എന്നാണ് ന്ധു എന്നുള്ളതിന്. ബ എന്നുള്ളത് മൃദുവായിട്ട് പറഞ്ഞാൽ മതി. ന്ധു എന്നുള്ളത് നന്നായിട്ട് ഊന്നി പറയണം. അവിടെ വിസർഗമുണ്ട്. ഭോജേ ഭോ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ത്വം സിന്ധുജാവാപ്യ സിന്ധു ന്ധു എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഇതീവ മത്വാ സംപ്രാപ്തവാൻ സിന്ധുജവാജിരൂപ. ലാസ്റ്റിൽ വിസർഗം. ഇവിടെ സിന്ധു എന്നുള്ളത് ന്ധു നന്നായിട്ട് ഊന്നി പറയണം. വാജി എന്നുള്ളതിന് ജ എന്നാണ്. വാജിരൂപ. അങ്ങനെ നിർത്താം. യജ്ഞേഷു സർവേഷ്വപി നാവകേശി കേശി സ ഭോജേഷിതുരിഷ്ടബന്ധു ത്വം സിന്ധുജാവാപ്യ ഇതീവ മത്വാ സംപ്രാപ്തവാൻ സിന്ധുജവാജിരൂപ. അടുത്തത് രണ്ടാമത്തെ ശ്ലോകം. ഗന്ധർവതാമേഷ ഗതോപി രൂക്ഷൈർനാദൈഃ സമുദ്വേജിത സർവലോക ഭവദ്വിലോകാവധികോപവാടീം പ്രമർദ്യ പാപ പുനരാപതത്വാം. നമുക്ക് ഈ ശ്ലോകത്തിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. ഗന്ധർവതാം ഏഷ ഗതോപി രൂക്ഷൈർനാദൈ സമുദ്വേജിത സർവലോക ഭവത് വിലോകാവധി ഗോപവാടീം പ്രമർദ്യ പാപ പുനർ ആപതത് ത്വാം. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. പാപിയായ, ഏഷ ഇവൻ, ഗന്ധർവതാം ഗന്ധർവഭാവം അതായത് കുതിരയുടെ വടിവ്, ഗത അപി പ്രാപിച്ചെങ്കിലും, രൂക്ഷൈ കഠിനങ്ങളായ, നാദൈ അലർച്ചകൾ കൊണ്ട്, സമുദ്വേജിത സർവലോക സർവലോകത്തിനും ഭയം ഉണ്ടാക്കുന്നവനായി, ഭവദ്വിലോകാവധി അങ്ങ് കണ്ടെത്തുന്നതുവരെ, ഗോപവാടീം ഗോപവാടത്തെ, പ്രമർദ്യ മഥിച്ചിട്ട്, പുനഃ പിന്നീട്, ത്വാം അങ്ങയെ, ആപതത് നേരെ ചാടി വീണു. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. ഗന്ധർവതാം ഏഷ ചേർത്തിട്ട് ഗന്ധർവതാമേഷ. ന്ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഗതോപി രൂക്ഷൈർ നാദൈ അവിടെ വിസർഗട്ട് ചൊല്ലുകയാണെങ്കിൽ സമുദ്വേജിത ഒരു സാന്ന് മതി. ചേർത്തു ചൊല്ലുമ്പോൾ രൂക്ഷൈർനാദൈ സമുദ്വേജിത സർവലോക അവിടെ വിസർഗം. ഭവത് വിലോകാവധി ചേർത്തിട്ട് ഭവദ്വിലോകാവധി. ഭവത് ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. വിലോകാവധി ധി എന്നുള്ള അക്ഷരം ഊന്നി പറയാനുള്ളതാണ്. ഗോപവാടീം നീട്ടിയിട്ട് മുർക്കം. പ്രമർദ്യ പാപ അവിടെ വിസർഗം. പുനർ ആപതത് ത്വാം ചേർത്തിട്ട് പുനരാപതത്വാം നീട്ടിയിട്ട് മുർക്കം. ഗന്ധർവതാമേഷ ഗതോപി രൂക്ഷൈർനാദൈഃ സമുദ്വേജിത സർവലോക
ഭവദ്വിലോകാവധികോപവാടീം പ്രമർദ്യ പാപ പുനരാപതത്വാം. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.